നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഏതാണ്ട് 10 വർഷക്കാലമായി വാണരുളുന്ന മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കീറി വലിച്ചു വാരി തേച്ചു ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അങ്ങ് കേരളത്തെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അങ്ങ് രാജിവെച്ച് പുറത്തു പോകേണ്ടതില്ല. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും തുടർഭരണം നിങ്ങൾ ആഗ്രഹിക്കരുത്. ഒരു കാരണവശാലും മൂന്നാം വട്ടവും LDF ഭരണത്തിൽ വരാൻ പാടില്ല. ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസോ മറ്റിതര രാഷ്ട്രീയ കക്ഷികളോ അല്ല. ഇടതുപക്ഷം നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന സാംസ്കാരിക വിപ്ലവ നായകന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന കവി സച്ചിദാനന്ദനും സച്ചിദാനന്ദന്റെ കൂട്ടുകാരും തന്നെയാണ്. അതായത് കേരളത്തിൽ ഇടതുപക്ഷം ഇനിയും സജീവമായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ചേ പറ്റൂ എന്നുള്ള വ്യംഗ്യമായ വ്യക്തമായ സൂചന തന്നെയാണ് തന്റെ വാക്കുകളിൽ സച്ചിദാനന്ദൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കേരളം ഒരു ബംഗാളായി മാറാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം ഇതോടെ ഇവിടെ അവസാനിക്കണം, വീണ്ടും മൂന്നാം വട്ടം ഭരണം തുടരണം എന്നുള്ള ആ ഒരു വ്യാമോഹം, അത് വ്യാമോഹം തന്നെയാണ്, അല്ലെങ്കിൽ അതിമോഹം തന്നെയാണ്. അത് കേരളത്തെ മുച്ചൂടും നശിപ്പിക്കും, മറ്റൊരു ബംഗാളാക്കി മാറ്റും എന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. കവി സച്ചിദാനന്ദൻ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ആളുകളുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതിന്റെ പോലെ തന്നെ ഒരു വേദനയാണ് ഇവർ അനുഭവിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രധാന നായിക എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന KK ശൈലജ ടീച്ചർ ഇന്നലെ ഇടതുപക്ഷ ജാഥയിൽ സംസാരിച്ചുകൊണ്ട് സച്ചിദാനന്ദനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സച്ചിദാനന്ദൻ പറഞ്ഞത് സച്ചിദാനന്ദന്റെ തലതിരിഞ്ഞ അഭിപ്രായം മാത്രമാണ്, അത് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമല്ല എന്ന് KK ശൈലജ സച്ചിദാനന്ദനെതിരെ തുറന്നടിച്ചിരിക്കുന്നു. എന്നാൽ ഏതാണ്ട് 40 വർഷക്കാലത്തോളം ബംഗാളിൽ തുടർച്ചയായി CPM ഭരിച്ചിട്ട് എന്തുണ്ടായി എന്നുള്ളതാണ് സച്ചിദാനന്ദൻ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലേതടക്കമുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കക്കൂസക്കുഴി എടുക്കുന്നതിന് വരെ ബംഗാളികളാണ് ജോലി നോക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ തട്ടുകടകളിൽ പൊറോട്ട അടിക്കുന്നത് വരെ ബംഗാളികളാണ്. ഒരിക്കലും കക്കൂസ് കുഴി കുത്തുന്നതോ അല്ലെങ്കിൽ പൊറോട്ട അടിക്കുന്നതോ മോശമായ ഒരു തൊഴിലല്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. എന്നാൽ 40 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ചിട്ടും ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ നല്ല നിലവാരമുള്ള ജോലിയോ ജീവിത സൗകര്യങ്ങളോ ഉണ്ടാക്കാൻ കഴിയാതിരുന്ന CPM അപജയം തന്നെയായിരുന്നു ബംഗാളിൽ എന്നാണ് സച്ചിദാനന്ദൻ തന്റെ വാക്കുകളിലൂടെ എടുത്തു പറയുന്നത്. അതുപോലെ ബംഗാളിനുണ്ടായ അപജയം കേരളത്തിന് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ തുടർഭരണം ഒരു കാരണവശാലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർഭരണം ആഗ്രഹിക്കാൻ പാടില്ല. പ്രതിപക്ഷത്തിരുന്നും കേരളത്തിൽ പാർട്ടിയെ വളർത്താൻ സാധിക്കും, നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ കീറി വലിച്ച് വാരി ഭിത്തിയിൽ ഒട്ടിക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. സച്ചിദാനന്ദന്റെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സച്ചിദാനന്ദന്റെ വാക്കുകൾക്ക് ഊറ്റം പകർന്നുകൊണ്ട് സാറാ ജോസഫും ഇതേ വാക്കുകൾ തന്നെയാണ് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ തുറന്നടിച്ചത്. ഇടതുപക്ഷം രക്ഷപ്പെടാൻ ഭരണമാറ്റം ആവശ്യമാണെന്ന് എഴുത്തുകാരി സാറാ ജോസഫ് തുറന്നടിച്ചിരിക്കുന്നു. അതായത് ഇടതുപക്ഷത്തിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തുടരുന്ന ഈ ഭരണം അവസാനിപ്പിക്കേണ്ടതും ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്നാണ് സാറാ ജോസഫ് തുറന്നടിച്ചിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഭരണം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതോടുകൂടി മുച്ചൂടും മുടിയും എന്ന് സാറാ ജോസഫും തുറന്നടിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സഹയാത്രികൻ എന്ന് അവകാശപ്പെടുന്ന അശോകൻ ചാരുവിലും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവരാരും ഇടതുപക്ഷത്തിന് അന്യന്മാരല്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതായത് ക്രിയാത്മകമായ വിമർശനം പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയെ നല്ല വഴിയിലൂടെ നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാര് ഒരിക്കലും അവരെ അന്യന്മാരായി മാറ്റി നിർത്താൻ പാടില്ല എന്നൊരു സന്ദേശം കൂടിയാണ് അശോകൻ ചാരുവിൽ നൽകുന്നത്. എന്നാൽ കോഴിക്കോട് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞതാവട്ടെ, സച്ചിദാനന്ദന്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു, വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നുമാണ്
MP ഗോവിന്ദൻ തുറന്നടിച്ചത്. എന്നാൽ കവി പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കാത്തവരാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. ഈ സർക്കാർ വരേണ്ടതില്ലെന്നോ അല്ലെങ്കിൽ തുടരേണ്ടതില്ലെന്നോ എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, തെറ്റ് തിരുത്തണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ സച്ചിദാനന്ദൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷം നന്നാവണം എന്നുണ്ടെങ്കിൽ തുടർ ഭരണമല്ല വേണ്ടത്, പ്രതിപക്ഷത്തിരുന്നും ഇടതുപക്ഷം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബംഗാളിലെ അനുഭവം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ പാർട്ടി തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ ഉള്ള പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ചേ പറ്റൂ, ഭരണമാറ്റം ആവശ്യമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെയാണ് സച്ചിദാനന്ദൻ ഇത് തുറന്നടിച്ചിരിക്കുന്നത്. നേരത്തെയും സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിനെതിരെ തന്റെ തുറന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏതോ ഒക്കെ കോണിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം തന്റെ പ്രസ്താവനകൾ സച്ചിദാനന്ദൻ പിൻവലിക്കുകയുണ്ടായി. ഇനിയും സച്ചിദാനന്ദൻ ഏതെങ്കിലും കോണിൽ നിന്ന് ഇടതുപക്ഷ വക്താക്കളുടെ സമ്മർദ്ദം ഉണ്ടായാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന പിൻവലിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ആളുകൾ വരെ ഇടതുപക്ഷ ഭരണം ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് VD സതീശനും ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഒരു കാരണവശാലും ഈ സർക്കാരിൽ വിശ്വസിക്കുന്നില്ല, ഈ സർക്കാർ തുടരണമെന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകാരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ധനസമാഹരണം നടത്തിയതിൽ വരെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതായത് രക്തസാക്ഷിയുടെ രക്തത്തിന് വരെ വില പറഞ്ഞു വിറ്റിരിക്കുന്നു. ആ കണക്ക് ചോദിച്ചതിന്റെ പേരിൽ, കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനെ, ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകനായ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. തെറ്റ് തിരുത്തുവാനല്ല അവർ ശ്രമിച്ചത് എന്നുകൂടി VD സതീശൻ തുറന്നടിച്ചിരിക്കുന്നു. അതായത് ഇടതുപക്ഷക്കാർ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭരണം മടുത്തിരിക്കുന്നു. നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും കമ്മ്യൂണിസ്റ്റ് ഭരണം, അതായത് പിണറായി ഭരണം തുടരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കേരളം മറ്റൊരു ബംഗാളായി മാറാതിരിക്കാൻ ബംഗാളിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും അടക്കം കേരളം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഉപജീവനം തേടി പലായനം ചെയ്യ ഒരവസ്ഥ ഒരു കാരണവശാലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, കേരളീയർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് കവി സച്ചിദാനന്ദനും സാറാ ജോസഫും അശോകൻ ചരുവിലുമെല്ലാം ഇത്തരത്തിൽ തുറന്നടിച്ചത്. ഇവർ ഇടതുപക്ഷ ചിന്താഗതിക്കാർ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക നായകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം ആളുകളുടെ വാക്കുകൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ നാവിൽ നിന്നും ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ തന്നെയാണ് എന്നാണ് VD സതീശനും തുറന്നടിച്ചത്. പിണറായി ഭരണം ഇവർക്ക് വരെ മടുത്തിരിക്കുന്നു, അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് VD സതീശൻ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി കവി സച്ചിദാനന്ദനെതിരെ അല്ലെങ്കിൽ സച്ചിദാനന്ദന്റെ വീട് തേടി ഇന്നോവ കാർ എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.